Combination School, CMAS Technologies. It is situated in Ernakulam. 20 വർഷത്തോളമായി അദ്ദേഹം നന്മ എന്ന ചാരിറ്റി ഓർഗനൈസേഷന്റെ ഭാഗമായും സ്വന്തം നിലയ്ക്കും സാമൂഹ്യ സേവന രംഗത്തുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട്, അന്നന്നത്തെ അന്നത്തിന് മുട്ടുന്നവന് മീൻ വാങ്ങിച്ച് കൊടുക്കരുത്, പകരം അവന് ചൂണ്ടയാണ് കൊടുക്കേണ്ടതെന്ന്. ഇങ്ങനെയൊരു ചിന്തയാണ് നിസാർ ഹസൻ എന്ന നമ്മുടെ അതിഥിയെ മുന്നോട്ട് നയിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം നിസാർ ഹസൻ. പെരുന്നാൾ നിലാവിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും പെരുന്നാൾ ആശംസകൾ. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. എൻ്റെ വീട്ടിൽ ചെറിയ വെള്ളമൊക്കെ കയറിയിട്ട് വീടിന്റെ പുറത്താണ് ഉള്ളത്. അപ്പൊ ഞാനൊരു വീഡിയോ ചെയ്ത് അയച്ചിരുന്നു, അതൊന്ന് പ്രസന്റ് ചെയ്താൽ നല്ലതായിരുന്നു. Thank you. We'll play the video now. എടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എന്റെയും എൻ്റെ ഈദാശംസകൾ അർപ്പിക്കുകയാണ്. എനിക്ക് ലൈവിൽ വരാൻ പറ്റിയിട്ടില്ല, കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ എറണാകുളത്ത് ഭയങ്കരമായ മഴ പെയ്യുകയും പ്രളയം ഉണ്ടാവുകയും പ്രളയത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരവസ്ഥ വരികയും വീട്ടിൽ നിന്നും കഴിഞ്ഞ 2 വർഷം എൻ്റെ വീട്ടിൽ വെള്ളം എടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദാശംസകൾ അർപ്പിക്കുകയാണ്. എനിക്ക് ലൈവിൽ വരാൻ പറ്റിയിട്ടില്ല, കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ എറണാകുളത്ത് ഭയങ്കരമായ മഴ പെയ്യുകയും പ്രളയം ഉണ്ടാവുകയും പ്രളയത്തിൻ്റെ വരുന്ന ഒരവസ്ഥ വരികയും വീട്ടിൽ നിന്നും കഴിഞ്ഞ 2 വർഷം എൻ്റെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എനിക്ക് ലൈവിൽ വരാൻ പറ്റിയിട്ടില്ല, കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ എറണാകുളത്ത് എടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദാശംസകൾ അർപ്പിക്കുകയാണ്. എനിക്ക് ലൈവിൽ വരാൻ പറ്റിയിട്ടില്ല, കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ എറണാകുളത്ത് ഭയങ്കരമായ മഴ പെയ്യുകയും പ്രളയം ഉണ്ടാവുകയും പ്രളയത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരവസ്ഥ വരികയും വീട്ടിൽ നിന്നും കഴിഞ്ഞ 2 വർഷം എൻ്റെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാറേണ്ട വന്നു. ഞാനിപ്പോൾ കാഞ്ഞിരമറ്റത്താണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ലൈവിൽ നേരിട്ട് വരാൻ പറ്റാതിരുന്നത്. എനിക്ക് തന്നിട്ടുള്ള വിഷയത്തിലേക്ക് ഞാൻ കിടക്കാം. ഈശ്വര സേവ എന്നാൽ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഈശ്വര സേവയാണ് മാനവ സേവ. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക്, സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. അതിന് എടുക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈദാശംസകൾ അർപ്പിക്കുകയാണ്. എനിക്ക് ലൈവിൽ വരാൻ പറ്റിയിട്ടില്ല, കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ എറണാകുളത്ത് ഭയങ്കരമായ മഴ പെയ്യുകയും പ്രളയം ഉണ്ടാവുകയും പ്രളയത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് വരുന്ന ഒരവസ്ഥ വരികയും വീട്ടിൽ നിന്നും കഴിഞ്ഞ 2 വർഷം എൻ്റെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാറേണ്ട വന്നു. ഞാനിപ്പോൾ കാഞ്ഞിരമറ്റത്താണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ലൈവിൽ നേരിട്ട് വരാൻ പറ്റാതിരുന്നത്. എനിക്ക് തന്നിട്ടുള്ള വിഷയത്തിലേക്ക് ഞാൻ കിടക്കാം. ഈശ്വര സേവ എന്നാൽ എൻ്റെ വിശ്വാസം അനുസരിച്ച് ഈശ്വര സേവയാണ് മാനവ സേവ. ആ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക്, സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നത്. അതിന് എന്നെ ഏറെയും അതിലേക്ക് കൊണ്ടുവന്ന ഒരു കാര്യം പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമാണ്. അദ്ദേഹത്തിൻ്റെ വചനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ മരിച്ച നാളെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ദൈവം ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കും, ഈശ്വരൻ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കും. ഞാൻ പട്ടിണി കിടന്നപ്പോൾ നീ എന്നെ നോക്കിയിട്ടില്ല, ഞാൻ രോഗിയായപ്പോൾ നിങ്ങൾ എന്നെ വന്ന് കണ്ടിട്ടില്ല, എന്നെ നിങ്ങൾ ശുശ്രൂഷിച്ചിട്ടില്ല. അപ്പോൾ മനുഷ്യരെല്ലാവരും നമ്മൾ ദൈവത്തോട് ചോദിക്കും, കാരുണ്യവാനായ നാഥ, ദൈവം അങ്ങ് പട്ടിണി കിടക്കുകയോ അങ്ങ് രോഗിയാവുകയോ? അപ്പോൾ ദൈവം പറയും, എൻ്റെ ഇന്ന അടിമ, ഇന്ന സ്ഥലത്തുള്ള ഇന്ന അടിമ പട്ടിണി കിടന്നിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ പോയി കണ്ടിട്ടില്ല. ഇന്ന അടിമ രോഗിയായിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു വിശ്വാസപ്രകാരം ഒരു റിസൾട്ട് കിട്ടാത്ത, നമ്മൾക്കൊരു ഗുണവും ചെയ്യാത്ത ഒരു കാര്യം ലോകത്തിലൊരു മനുഷ്യരും ചെയ്യുന്നില്ല എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. എനിക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഫലം,
ഒരു വൃക്ഷം നടന്ന പോലെയാണ്. ഈ വൃക്ഷത്തിലും നീണ്ടാത്തുള്ള അതിൻ്റെ കനികൾ, അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ജീവിതം മൊത്തം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ശ്രീലങ്കയിൽ ഒരു 6 വർഷം മുമ്പ് ആസ്ട്രോ മെഡിസിറ്റി തുടങ്ങുന്ന സമയത്ത് 6 വർഷം മുമ്പ് ശ്രീലങ്കയിലുള്ള ഒരു AML ക്യാൻസർ പേഷ്യൻ്റ് നമ്മൾ സമീപിക്കുകയും, അദ്ദേഹത്തിൻ്റെ ഭാര്യ മലയാളി ആയതുകൊണ്ടാണ് സമീപിച്ചത്. എടപ്പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വീട്. അങ്ങനെ സമീപിക്കുകയും ഈ രോഗീനെ കൊണ്ട് ആസ്റ്റർ മെഡിസിറ്റിയിൽ പോവുകയും, അങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയിൽ പോയപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞ്, എൻ്റെ മുമ്പിൽ വെച്ച് നമ്മളോട് പറഞ്ഞ്, ഇദ്ദേഹത്തിന് ജീവിക്കാനുള്ളൊരു സാധ്യത ലെസ് ദാൻ 20% ആണെന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ 20% പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് 3 കുട്ടികളാണുള്ളത്, 2 പെൺകുട്ടിയും 1 ആൺകുട്ടിയും. നമ്മൾ ഓസ്ട്രേലിയയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെടുകയും, സൗദി അറേബ്യയിലും ഗൾഫിലൊക്കെ ബന്ധപ്പെടുകയും, നാട്ടിലുള്ളവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഒരു 35 ലക്ഷം രൂപയോളം കളക്ട് ചെയ്യുകയും, അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ രോഗം, ഞാൻ എടുക്കാൻ എൻ്റെ സമയം തീരുകയാണ്, ഇദ്ദേഹത്തിൻ്റെ രോഗം മാറുകയും ഈ ലെസ് ദാൻ 20% ജീവിക്കാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ഈ മനുഷ്യൻ 6 വർഷമായിട്ട് നല്ല രീതിയിൽ കുടുംബജീവിതം പുലർത്തി ശ്രീലങ്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് നമ്മുടെ യഥാർത്ഥ പ്രതിഫലം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നിങ്ങളെല്ലാവരും ബന്ധപ്പെടുകയും അതിനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുവാണെങ്കിൽ അതനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ രക്ഷയും സ്ഥാനം നിങ്ങളുടെ എല്ലാവരുടെയും, എൻ്റെയും നിങ്ങളുടെ എല്ലാവരുടെയും മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ ഓരോരുത്തരും ഇടയ്ക്കെങ്കിലും ചിന്തിക്കേണ്ടുന്ന ഒരു സന്ദേശമാണിതല്ലേ. താങ്ക് യു നിസർഗ. സ്വന്തം പരിശ്രമങ്ങളിലൂടെ തന്റെ നിയോഗം കണ്ടെത്തിയ മറ്റൊരു സുമനസ്. ഇന്ദുക്കയുടെ മാതൃഭാഷ തെലുങ്കാണ്. എൻ്റെ തെലുങ്ക് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ലെറ്റ് മീ സ്വിച്ച് ഓവർ ടു ഇംഗ്ലീഷ് ടു വെൽക്കം ഹർ. She is engaged in community services for the past 20 years. She leads a Soft Labs community group as community engagement officer. She also volunteers as social media coordinator at Australian Community Inspired Association. Currently, she is driving a project called Dignity Drive to help the homeless and less fortunate women with the essential sanitary products. And she's assisted by 20 other women volunteers. Something all of us can think about and assist in whatever way we can. Indu Harikrishna, a woman who found her path and calling through her own struggles. She supported those around her who are in need to see their smile of relief and satisfaction. And that's how she found her own happiness and contentment in life. Let's welcome Indu Harikrishna to tell her story. Vanakkam. Thank you and best wishes to everyone and Perina Nelavu team. I'm a first generation migrant and I believe every migrant is a lost child in the community. So I was the same. Took as a learning experience and gaining knowledge because I was not spoon fed. I was always trained with a motto: if I want to live a comfortable life, go out, ask for it and get it. So that learning process gained me walk out of the home and talk to people and get more out of the support I have and move forward in the life. So I always believed in one motto: whatever is my weakness, I took it as a strength to share with the community and support others. To quote with a simple example, even at the time when I was a migrant, I was not sure where to go and get the JP attested copies for free, which is from courthouse. So that information I gained, shared with many migrants and passed, and finally I got one reply at the end of the day that was very helpful with a big smiley face. I was so happy to see the smiley face. I think that is the most expected thing we want from every single migrant community who is a lost child. So that smiley face pushed me more to work in the community. The more the smiley faces, I gained more experiences. I searched for more knowledge and shared with them. So I always work with the motto: community around us should be built by us, and just don't wait for others. Keep empowering them.
So I joined more associations, took more additional responsibilities, and that helped me to integrate with the community. This integration with the community helped me to bring a sense of belongingness to blend with the community. So on this occasion, I have one request to everyone. You be the change or inspire at least one person to to be supportive to each other, and let the chain continue. Don't stop there. Keep the chain continue by passing the knowledge and experiences you gained. So this will bring more new faces to the community. For example, today I have seen lot of new faces in the community, because I'm trying to blend with every community, being part of every community. So I wish everyone to be following the same thing. So let us live by the quote by Mahatma Gandhi: you must be the change you wish to see in the world. That's what I want everyone to follow. Like you accept the change and go with the flow and be supportive to everyone. Don't stop at where you are. Share the knowledge, share your experiences, and that will help to empower the community. See, even today in this pandemic world we live, don't just stay within your home and be yourself. Come out, share the knowledge, talk to people and explain them, and be supportive to each other. Thank you for the opportunity, and thank you, Malati, and everyone for. I'm so glad to be with you all. Thank you. Thank you, Indurka. Indeed, a great message. Actually, there are a lot many comments coming in for Nisarika's message as well in the chat box. Please read. അടുത്തത് ഒരു സീക്രട്ട് പറയാം. മുഹമ്മദ് നബിയുടെ ഭാര്യയും ആദ്യത്തെ അനുയായിയുമായ ഖദീജ ബീവിയെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂക്കാരനായ PMA ജബ്ബാർ ഒരു മാപ്പിളപ്പാട്ട് എഴുതി. ഇന്നും അത് ഏറെ സെൻസേഷനായ ഒരു സിനിമാ ഗാനമാണ്. NSS. ഈ ഗാനം നമുക്കായി ആലപിക്കുന്നത് നമുക്കേറെ സുപരിചിതമായ ഒരു ഗംഭീര ശബ്ദത്തിനുടമയായ ബിജു ജോർജ്. കേൾക്കാവോ ഞാൻ പറയുന്നത്? ഓക്കെ. മാലതി പറഞ്ഞ പോലെ ഞാൻ ജബ്ബാർ എന്ന PMA ജബ്ബാർ എന്ന് പറഞ്ഞ ആൾ എഴുതിയ ഒരു പാട്ടാണ്, മാപ്പിളപ്പാട്ടാണ് പാടാൻ പോകുന്നത്. ആ പാട്ട് പല വേർഷൻസും ഉണ്ട്. ഞാൻ പാടുന്നത് ഒരു അഡാർ ലവ് എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ടാണ് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് എനിക്ക് തൊണ്ടയ്ക്ക് നല്ല സുഖമില്ല. അതുകൊണ്ട് ഞാൻ ചുമ്മാ അത് ഒന്ന് പാടി നോക്കാം. ചിലത് ശരിയാവും, ചിലത് ശരിയാവില്ല. എൻ്റെ ശരിയായില്ല, നിങ്ങൾ ക്ഷമിക്കണം കേട്ടാ. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. നബിയെ വിളിച്ച് കച്ചവടത്തിനയച്ച് കണ്ടനേരം കൽബിനുള്ളിൽ മോഹമുദിച്ചു, മോഹമുദിച്ചു.
ജനിച്ചു. കച്ചവടം കഴിഞ്ഞ മുത്തുറസൂലുള്ളു വന്ന് കല്യാലോചനയ്ക്കായി ബീവി തുനിഞ്ഞു, ബീവി തുനിഞ്ഞു. മാണിക്യമലരായ പൂവി മഹദിയാം ഖദീജ ബീവി മക്കയെന്ന പുണ്യനാട്ടിൽ വിലസിടും നാരി, വിലസിടും നാരി. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ വീണ്ടും. താങ്ക് യു. വാ, താങ്ക് യു ബിജു. ഇനി നമുക്ക് തിരി എരിയും പുളിയുമായല്ലോ. അതിൽ ബെസ്റ്റ് താളവും ലയവും ഒന്നിച്ചു ചേർന്ന് വരുന്ന മാപ്പിളപ്പാട്ട് തന്നെ. മാപ്പിളപ്പാട്ട് മെഡ്ലിയുമായി ഇടയിലേക്ക് വരുന്നത് ചലച്ചിത്ര ഗാനങ്ങളും ഗസലുകളും അനായാസമായി പാടുന്ന നമ്മുടെ സ്വന്തം വാനമ്പാടി ഹൻസി സുബൈർ. ചേച്ചി കേൾക്കുന്നുണ്ടല്ലോ അല്ലെ എല്ലാവർക്കും? യെസ്. ലാ ഇലാഹ ഇല്ലാ അൻത. ഒറ്റ മിനിറ്റ് കേട്ടോ, സോറി, ഒരു മിനിറ്റ്, ചെറിയൊരു കണക്ഷൻ ഇഷ്യൂ. ചിലവളത് ശരിയാവും, ചിലവളത് ശരിയാവില്ല. എൻ്റെ അടുത്തത് ശരിയാവും. സോറി, നമുക്ക് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകൾ അറിയുന്നോനേ. മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകൾ അറിയുന്നോനേ. നിത്യവും നിന്റെ മുന്നിൽ സുജൂദിൽ വീണേ, നീറും വ്യഥ എണ്ണി പറഞ്ഞിടുന്നേ. മൗത്തും ഹയാത്തിനും ഉടമസ്ഥനേ, മനസ്സിൻ മുറാദുകൾ അറിയുന്നോനേ. യത്തീമിന്നത്താണി ഏകിക്കൊണ്ട താഴം എത്തിക്കുന്നോർക്കല്ലാഹ് വർഷിക്കും സഹായം. മുത്തുറസൂലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിൽ അത്താഴം. യത്തീമിന്നത്താണി ഏകി
കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ല വർഷിക്കും സഹായം. മുത്തുറസൂലിന്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിൽ അത്താഴം. മണിവൈരം മാണിക്യം മരതകവും നാണിക്യം മതിയഴകാ ഏറുന്നു മതിമിഴിയാണ്. അവളുടെ മധുരിതമാം പേരല്ലോ ഹുസ്നുൽ ജമാല്. മഹിയിൽ മഹാസീനെന്ന് മഹിമയഴും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്. അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. ഇങ്ങോട്ട് കേൾക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ, നിങ്ങൾക്കും കൈയടിക്കാം. കൈമേൽ പതിപ്പിച്ച മൈലാഞ്ചി ചുവപ്പിന്റെ റങ്കിൽ മതി മറന്നൊരു ബീവി. കണ്ണിൽ തെളിഞ്ഞുള്ള അഴകേറും കിനാവിന്റെ ചുണ്ടിൽ ലയിച്ചൊരു സുരബീവി. കയ്യിൽ പതിപ്പിച്ച മൈലാഞ്ചി ചുവപ്പിന്റെ റങ്കിൽ മതി മറന്നൊരു ബീവി. കണ്ണിൽ തെളിഞ്ഞുള്ള അഴകേറും കിനാവിന്റെ ചുണ്ടിൽ ലയിച്ചൊരു സുരബീവി. ചില തെളിവൊളി മണിമലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്ന സൊഹറാബി. നീലമിഴികളിൽ പല പല കിനാവുകൾ ചാലിച്ചെഴുതുന്ന പുതുനാരി. ചില തെളിവൊളി മണിമലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്ന സൊഹറാബി. നീലമിഴികളിൽ പല പല കിനാവുകൾ ചാലിച്ചെഴുതുന്ന പുതുനാരി. ചില തെളിവൊളി മണിമലയണിഞ്ഞിട്ട് നാണിച്ചിരിക്കുന്ന സൊഹറാബി. നീലമിഴികളിൽ പല പല കിനാവുകൾ ചാലിച്ചെഴുതുന്ന പുതുനാരി. Thank you. Wow. Thank you, Dhansi. That was indeed no. അടിപൊളി അടിപൊളി. ധൻസിക്ക് കുറെ മെസ്സേജസും വരുന്നുണ്ട് ചാറ്റ് ബോക്സിൽ. Once again wishing you a happy birthday, Dhansi. അടുത്തതായി നമുക്ക് പരിചയപ്പെടാം ഡോക്ടർ ഷാജി വർഗീസിനെ. മെൽബൺ മലയാളികൾക്ക് വളരെ സുപരിചിതനാണ് ഇദ്ദേഹം. 13 വർഷമായി കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിലും ചാരിറ്റി പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിരിക്കുന്ന ഡോക്ടർ ഷാജി മെൽബൺ മലയാളി ഫെഡറേഷന്റെ ചെയർപേഴ്സണും VMCയുടെ അഡ്വൈസറി കൗൺസിൽ മെമ്പറുമാണ്. ഭവനരഹിതർക്ക് അന്തിയുറങ്ങാനുള്ള സംവിധാനമൊരുക്കുക, കോവിഡ് സീസണിൽ ഇന്റർനാഷണൽ വിദ്യാർത്ഥികൾക്ക് ഗ്രോസറി കിറ്റ്സ് നൽകുക എന്നിങ്ങനെ പോകുന്ന ഇദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ. വൈകാരിക വിവേകം നമ്മെ എങ്ങനെ ആത്മാവബോധമുള്ളവരാക്കുമെന്നും അത് പിന്നീട് നമ്മെ എങ്ങനെ ഒരു സന്തുഷ്ടവും സഫലവുമായ ജീവിതത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം ഗവേഷണത്തിലൂടെ മനസ്സിലാക്കി. ആ വൈകാരിക വിവേകത്തെ വളർത്തിയെടുക്കാനുള്ള പ്രാവർത്തികമായ മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത്. വെൽക്കം ഡോക്ടർ ഷാജി വർഗീസ്. ഗുഡ് ഈവനിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പെരുന്നാൾ ആശംസകൾ. ഇമോഷണൽ വെൽനസ് ആൻഡ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് ആൻഡ് ഹാപ്പിനെസ് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അതിക്ക് മുമ്പായിട്ട് ഈ എന്താണ് ഇന്റലിജൻസ് എന്ന് നാം അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിൽ തന്നെ അത് നമ്മുടെ ഒരു കോഗ്നിറ്റീവ് കപ്പാസിറ്റി ആൻഡ് ഫങ്ഷനിങ് എന്ന് പറയും. അതായത് നമുക്ക് കാര്യങ്ങൾ പഠിക്കുവാനും അത് വീണ്ടും ഓർത്തെടുക്കുവാനും ഭാവിയിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ അത് പ്രാക്ടിക്കലായിട്ട് എപ്പോഴെങ്കിലൊക്കെ ഉപയോഗിക്കുവാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് IQ അല്ലെങ്കിൽ എല്ലാവരും തന്നെ പറയാറുണ്ട് IQ, അത് നമുക്ക് മെഷറിങ് ചെയ്യാൻ പറ്റും.
ഒരാളുടെ അക്കാഡമിക് പെർഫോമൻസ് പ്യുവർലി ബേസ്ഡ് ഓൺ IQ ആണ്, IQ-നെ ബേസ് ചെയ്തിട്ടാണ്, മാത്രമല്ല ഹാർഡ് വർക്കും കൂട്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് +2-ന്റെ അല്ലെങ്കിൽ ഇയർ 12-ന്റെ 8R സ്കോർ 99, 98 എന്നൊക്കെ പറയുമ്പോൾ അത് അവരുടെ IQ-നെയും അതുപോലെ തന്നെ ഹാർഡ് വർക്കിന്റെ ഒരു ട്രൂ റിഫ്ലക്ഷൻ ആണ്. പക്ഷേ കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ടുള്ള പല പരീക്ഷണങ്ങളിൽ നിന്നും ഇഷ്ടം പോലെ സ്റ്റഡീസിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇത് മാത്രമല്ല ജീവിതത്തിൽ സക്സസിന് ഡിപ്പെൻഡ് എന്നുള്ളതാണ്. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ് ഈ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ. ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തി അവനെ തന്നെ അറിയുവാനുള്ള ഒരു കപ്പാസിറ്റി, അതുപോലെ തന്നെ അവരവരുടെ ഫീലിങ്സ്, ബേസിക്കലി നമ്മളെ മനസ്സിലാക്കുക, നമ്മൾ ഐ എം ഓക്കെ എന്നുള്ള ഒരു ഫീൽ ഉണ്ടാക്കുക, നമ്മളുടെ അഭിപ്രായ പ്രകടനങ്ങൾ കൃത്യമായി പ്രകടിപ്പിക്കുക, ആ സെൽഫ് കൺട്രോൾ, അതുപോലെ തന്നെ അസർട്ടീവ്നെസ്, ഇൻഡിപെൻഡൻസ്, അതുപോലെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നതാണ്, അതായത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അതുപോലെ എംപതി ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഈ എംപതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു അനുകമ്പ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളുടെ ബുദ്ധിമുട്ടുകളായി കാണാനുള്ള ഒരു കഴിവ്, അതാണ് ഒരു എംപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഷോർട്ടായിട്ട് പറഞ്ഞാൽ പുട്ടിങ് അവേഴ്സെൽവ്സ് ഇൻ അതർ ഷൂസ് എന്ന് പറയും. അതുപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു കടമയാണ്. അതായത് നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ, ഒരുപക്ഷെ അവർക്ക് പാർപ്പിടമാകാം, ഈ ഭക്ഷണമാകാം, അല്ലെങ്കിൽ ഡ്രസ്സാവാം, എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ അവരെ ചെയ്യണം. അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്, ഒരു കടമയാണത്. അതിനൊരു ഔദാര്യമായിട്ടല്ല കണക്കാക്കേണ്ടത്. ഒരിക്കലും ചാരിറ്റി എന്നൊരു വാക്ക് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചാരിറ്റി എന്ന് പറയുന്നത് ഒരു ഔദാര്യമായിട്ട് ഒരിക്കലും കണക്കാക്കാതെ അത് നമ്മുടെ കടമയായിട്ട്, ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് നമുക്കതിനെ കാണേണ്ടത്. അതുപോലെ തന്നെ ഈ ഇമോഷണൽ ഇന്റലിജൻസിന്റെ വേറൊരു ഘടകമാണ്, അതായത് അഡാപ്റ്റബിലിറ്റി സ്കിൽസ് അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ്മെന്റ് എന്നൊക്കെ ഒന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു അക്കാഡമിക്കലി ഈക്വൽ ലെവലിൽ നിൽക്കുന്ന, സേ ഫോർ എക്സാമ്പിൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള 10 പേരെ ഒരു ടോപ്പ് ആയിട്ടുള്ള ഒരു കമ്പനി എംപ്ലോയർ ഹയർ ചെയ്യാണ്. ഈ 10 പേരിൽ അപ്പൊ അക്കാഡമിക് പെർഫോമൻസ് സെയിം ആണ്, പഠിച്ചിരിക്കുന്ന സബ്ജക്റ്റുകൾ സെയിം ആണ്, അവരുടെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ അവരുടെ മാർക്കും എല്ലാം ഒരുവിധം സെയിം ആണ്. പക്ഷെ ഈ 10 പേരെ അവിടെ എടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് 5 പേരെ ഒരു പക്ഷെ ആ ഓർഗനൈസേഷൻ വിതിൻ എ ഇയർ അവർ സാക്ക് ചെയ്യും, പറഞ്ഞുവിടും. വേറൊരു 2 പേര് അടുത്ത ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ട് ചിലപ്പോൾ അത് ജോലി വിട്ടു പോകേണ്ട അവസ്ഥ വരും. 2 അല്ലെങ്കിൽ 3 പേര് മാത്രമാണ് അവിടെ സക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കുള്ളൂ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഒരു ജോലിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ മറ്റുള്ളവരുമായിട്ടുള്ള അവരുടെ സബോർഡിനേറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ കൊളീഗ്സ് ഉണ്ടാവാം. ഇവരായിട്ടും എല്ലാം ഒരു നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. ആ നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആ ജോലിയുടെ ചലഞ്ചസ്, ആ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ അത് അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നവർക്ക് മാത്രമാണ് ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ജോലിയിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഈ അക്കാഡമിക് പെർഫോമൻസിന് അല്ലെങ്കിൽ IQ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഈ ഇമോഷണൽ ആസ്പെക്ട്സ്, ഇമോഷണൽ വെൽനെസ് നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികൾക്കായി കഴിഞ്ഞാലും നമ്മൾ എന്തെങ്കിലും ഹെൽപ്പുകൾ ബാക്കിയുള്ളവർക്കൊക്കെ ചെയ്യുമ്പോൾ അത് കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കുകയും അത് അവർക്ക് അതിനുള്ള ഒരു അവബോധം അവരിൽ ഉണ്ടാക്കുകയും നമ്മുടെ കടമയാണ്. മറ്റുള്ളവരെ, സമൂഹത്തിലുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കടമയാണ്, അതൊരു ഔദാര്യമല്ല. അത് നമ്മൾ ചെയ്യുകയും പ്രാവർത്തികമാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും അതിന്റെ ആ ഒരു അറിവ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യണം. അതുവഴി അവർക്ക് ഇപ്പൊ നമ്മൾ ഈ COVID-19 സിറ്റുവേഷനിൽ നമുക്കറിയാം ഒരുപാട് പേരുടെ ജോലി പോയിട്ടുണ്ട്, ഒരുപാട് പേരുടെ ബിസിനസ് പോയിട്ടുണ്ട്, പലരും ആത്മഹത്യ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതായത് ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മൾ കടന്നുപോകും. അപ്പോഴെല്ലാം നമ്മൾക്ക് നമ്മളുടെ ഇമ്പൾസ് കൺട്രോൾ അല്ലെങ്കിൽ സ്ട്രെസ് കൺട്രോൾ, ഈ വക കാര്യങ്ങൾ, നമ്മളുടെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സർക്കിൾ, ഇതൊക്കെ ഉണ്ടായാൽ മാത്രമാണ് അവർക്ക് സ്മൂത്ത് ആയിട്ട് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നാം ആയിരിക്കുന്ന സൊസൈറ്റിയിൽ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെയും അതിനുള്ള മാനസിക തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് കൊടുത്ത് വളർത്തുകയും ചെയ്യണമെന്നുള്ള ഒരു മെസ്സേജ് നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ ഷാജി. ഇൻഡീഡ് നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണിത് നമ്മുടെ കുട്ടികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ. താങ്ക് യു വെരി മച്ച്. ഇനിയൊരു ചൊടിയുള്ള ചുറുചുറുക്കുള്ള ഹിന്ദി പാട്ടായല്ലോ. നമുക്ക് വേണ്ടി പാടുന്നത് അരിജീത് സിംഗിനെ ഓർമ്മിപ്പിക്കും വിധത്തിൽ ഗാനശൈലിയുള്ള തുഫൈൽ റഫീഖ്.
Hello everyone, Eid Mubarak. Hope you guys can hear me. The Gulabi Aankhe എന്ന് പറഞ്ഞ ഒരു റാഫി സാഹിബിന്റെ പഴയ പാട്ടാണ്. പക്ഷെ ഞാൻ പാടുന്നത് സോനു നിഗത്തിന്റെ 2017 വെർഷൻ ആണ്. Hope you guys enjoy it. തുഫൈലെ നമ്മൾ ഡാൻസ് ചെയ്യുന്നുണ്ടോ ശ്രദ്ധിക്കണം കേട്ടോ. Yes, please open the video and dance. गुलाबी आंखें जो तेरी देखी शराबी ये दिल हो गया, संभालो मुझको ओ मेरे यारो, संभलना मुश्किल हो गया. Come on boys, dance കളിക്കുന്നില്ല ഗുൽഷ. दिल में मेरे ख्वाब तेरे, तस्वीर जैसे हो दीवार पे, तुझ पे फिदा मैं क्यों हुआ, आता है गुस्सा मुझे प्यार पे. मैं लुट गया मान के दिल का कहा, मैं कहीं का ना रहा, क्या कहूँ मैं दिलरुबा. बुरा है जादू तेरी आंखों का, ये मेरा कातिल हो गया. गुलाबी आंखें जो तेरी देखी शराबी ये दिल हो गया. मैंने सदा चाहा यही, दामन बचा लूं हसीनों से मैं, तेरी कसम ख्वाबों में भी बचता फिरा नाज़नीनों से मैं. तौबा मगर मिल गई तुझसे नजर, मिल गया दर्द जिगर, हो गया मैं बेखबर. जरा सा हंस के जो देखा तूने, मैं तेरा बिस्मिल हो गया. गुलाबी आंखें जो तेरी देखी शराबी ये दिल हो गया. Thank you everyone. Thank you. Thank you, Tufail. That was indeed very whippy. എല്ലാവരും ഒന്ന് ഉണർന്നു. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, വലം കൈ കൊണ്ടു കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്ന്. വർക്ക് ഫോർ എ കോസ്, നോട്ട് ഫോർ അപ്ലോസ്. ഈ ഒരു ആപ്തവാക്യം മനസ്സിലും പ്രവൃത്തിയിലും സൂക്ഷിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ അടുത്ത അതിഥി ഷാസിൽ റഹ്മാൻ. ഓസ്ട്രേലിയയിൽ വന്നിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ എങ്കിലും മുസ്ലിം മെയ്ഡ് ഓസ്ട്രേലിയ എന്ന ചാരിറ്റി സംഘടനയിലൂടെ ഒട്ടേറെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുഴുവൻ സമയം ഏർപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമുണ്ടായ ബുഷ് ഫയർസ് ആൻഡ് ഡ്രൗട്ട് വളരെ ഖേദകരമായ സ്ഥിതിവിശേഷമായിരുന്നു. അവരെ സഹായിക്കുന്നതിന് മുൻപന്തിയിലുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഓസ്ട്രേലിയയിലേക്ക് വന്നപ്പോൾ കരുതിയത് ഇവിടെ പോവർട്ടി ലൈനിന്റെ താഴെ ആരുമില്ലെന്നായിരുന്നു. എന്നാൽ ദാരിദ്ര്യം ആഗോളതലത്തിലെ പ്രശ്നമാണ്. റിച്ച് പുവർ ഡിവൈഡ് ഇസ് എ യൂണിവേഴ്സൽ ഇഷ്യൂ. ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഷാസിൽ നമ്മോട് സംസാരിക്കുന്നത്. ലെറ്റ്സ് വെൽക്കം ഷാസിൽ റഹ്മാൻ. Assalamu alaikum warahmatullahi wabarakatuh. Peace be upon all of you. It's a pleasure to be here. I'll very quickly go through a couple of points. Don't want to make it a very boring talk session, but essentially, like Sister Malathi said, the situation in Australia is not very known. People don't know really that there's a lot of poverty over here. So I'll spend
a minute talking about that. Also, I'll focus on where do actually people spend non-essential spending in Australia? Where is the money going? And of course, the importance and impact of giving towards the end. So just bear with me. Some of it is going to be statistics and some figures, but I think it's very important in this time of sacrifice. We're celebrating Eid. So without further ado, so first of all, I just want to know that it might come as a surprise to most of us, but there are just over 3 million people living below the poverty line in Australia. So I'll say that again, 3 million people living below the poverty line. What is the poverty line? The poverty line is defined as 50% of the median household disposable income. So to put that in dollar figures, in Australia, it is defined that you are under the poverty line if a single adult living under $433 a week, or for a couple with 2 children, that's $909. Now, this is before housing costs. And the major reason why there is poverty in Australia is because the social security payments, even if it is there, sits well below the poverty line. So the people are getting Centrelink help and all that, which is what we all think. But unfortunately, that is well below the poverty line in terms of the amount that is being given to them. So where is money being spent then? Of course, there is a lot of avenues where spending is rife. Yeah, it can be shopping, it can be eating out, it can be sports. But I just wanted to focus on one important aspect, a big problem that Australians have, which is gambling. Gambling takes a big chunk of income from the people. There are 6.8 million people who gamble in Australia regularly, which is around 39% of the population, and around $242 billion was spent in gambling in 2017 and 18. That's around $12,000 per person per year, if you look at the adults of around 20 million Australians over the age of 18. In terms of losses, now this is what is spent in gambling, but around $1,200 every year is lost by each of these gamblers every year. And just to put a fun fact into the picture here, in New South Wales, the pokie machines, which is found in every entertainment venue pretty much, made a 6.5 billion profit, which is roughly the GDP of the entire country of Fiji. So you can just imagine how much money this industry has. And if some of this money was put towards a charitable cause, imagine how much more we could help each other. So just coming to the final part, which is about giving. I'll mention a famous quote by Warren Buffett. We all are familiar with the famous industrialist and businessman, Warren Buffett. He said, if you're in the luckiest 1% of humanity, you owe it to the rest of humanity to think about the other 99%. So if you're in the luckiest 1% of humanity, you owe it to the rest of humanity to think of the other 99%. How can we contribute? Of course, donations are very important. Everybody knows that. But if you don't have too much money to spare, you can always do volunteering. You can always donate your time, your energy, and your expertise. It doesn't cost you much. You can also do social activism and fundraising on social media and with your friends and family. What do you do? How do you select which charity to go to? Just make sure if you're in Australia that you're using a charity that is registered with the ACNC, which is Australian Charities and Not-for-Profits Commission. Secondly, choose a charity which has low admin fees. Thirdly, choose a charity that has good reporting and accountability. All of this is available with a charity like Muslim Aid Australia. I work for them. I've been there for 4 years now, but there are so many other charities as well that you can opt for. How do you start giving? 3 simple tips. Set aside $1 a day. If you can't do that, skip coffee from the nearest coffee shop once a week. That's $5 approximately. If you can do a little more than that, skip a restaurant meal just once a month. Typically, we spend around $50. If you can do that, you're saving some money, which you can set aside for charity. I'd like to end this little session here, which just with a saying from our Prophet Muhammad sallallahu alaihi wasallam, the Prophet of Islam. He said, he was asked, which charity is the best? And he replied saying, that which you give while you fear poverty. So I'll just repeat that again. Which charity is the best? And he replied, that charity which you give when you fear poverty. So let's not try and think that we have to have a lot of money to give charity. Let's use that $1, $5, $30 to make a difference, even if it's once a week, once a month, or once a year. I'll stop here. Thank you very much for your time. And just a shout out to the organizers of this wonderful event, all of them without any exception. Wonderful coordination and wonderful expertise involved behind the scenes, and I really wish it all the success. Thank you so much. Thank you very much, Shazil. That's a lot of info, and thank you for that tips as well. You're very welcome. Thank you. അടുത്തത് സിഡ്നി മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനാണ് അടുത്തത്. ഓരോ ഗാനത്തിന്റെയും മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ
മനസ്സിലാക്കി പാടുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അതീവ രസകരമായിട്ടാണ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്. ഒരു സോഫ്റ്റ് സ്വീറ്റ് മെലഡിയുമായി ഇതാ വിമൽ വിനോദൻ. വിമൽ, യുവർ ഓൺ മ്യൂട്ട്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. जब दीप जले आना, जब शाम ढले आना, जब दीप जले आना, जब शाम ढले आना, संकेत मिलन का भूल न जाना, मेरा प्यार न बिसराना, जब दीप जले आना, जब शाम ढले आना. मैं पलक न डगर बुहारूंगा, तेरी राह निहारूंगा, मैं पलक न डगर बुहारूंगा, तेरी राह निहारूंगा, मेरी प्रीत का काजल तुम अपने नैनों में मले आना, जब दीप जले आना, जब शाम ढले आना. निरिग रिग मगरे ससनि पाप म रिग सनि सग पम प, नित सांझ सवेरे मिलते हैं, आ आ आ, नित सांझ सवेरे मिलते हैं, उन्हें देख के तारे खिलते हैं, नित सांझ सवेरे मिलते हैं, उन्हें देख के तारे खिलते हैं, लेते ही विदा एक तुझे से कहते हैं, चले आना, जब दीप चले आना, जब शाम ढले आना, संकेत मिलन का भूल न जाना, मेरा प्यार न
बिसराना जब दीप जले आना, जब शाम ढले आना, जब दीप जले आना, जब शाम ढले आना। रे ना, रे ना, रे ना, रे ना। Thank you. Beautiful. Thank you, Vimal. Thank you. Thank you, Mansi. അടുത്തതായി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബ്രിസ്ബെയിനിൽ നിന്നുള്ള ശ്രീകുമാർ മഠത്തിലിനെയാണ്. 22 വർഷം മുമ്പ് മലേഷ്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ശ്രീകുമാർ കണ്ണൂർ സ്വദേശിയാണ്. ഈ നീണ്ട ഓസ്ട്രേലിയൻ ജീവിതത്തിനിടയിൽ അദ്ദേഹം വിവിധ സാഹിത്യ സാംസ്കാരിക സംഘടനകളുമായി ഇടചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. സൗത്ത് ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ ഓസ്ട്രേലിയൻ അസോസിയേഷൻ ഓഫ് സൗത്ത് ഓസ്ട്രേലിയ സെക്രട്ടറിയായി 1998 സാമൂഹ്യ സേവനം തുടങ്ങിയ ശ്രീകുമാർ അഡ്ലേഡിലെ പ്രമുഖ മലയാളി സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ്, സിറ്റി ഓഫ് ചാൾസ് സ്റ്റേർട്ട് മൾട്ടി കൾച്ചറൽ പ്രോഗ്രാം കോർഡിനേറ്റർ, പ്രസിഡന്റ് ഓഫ് മലയാളി അസോസിയേഷൻ ഓഫ് ക്വീൻസ്ലാൻഡ് എന്നീ സ്ഥാനങ്ങൾ സാമൂഹ്യ സേവനത്തിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുണ്ട്. ക്വീൻസ്ലാൻഡിൽ ഇപ്പോൾ സ്ഥിരം താമസമാക്കിയ അദ്ദേഹം എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ്. ഇന്ന് ശ്രീകുമാർ പ്രവാസി മലയാളിയും സാമൂഹ്യ പ്രതിബദ്ധതയും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിക്കുന്നതായിരിക്കും. ലെറ്റ്സ് വെൽക്കം ശ്രീകുമാർ മഠത്തിൽ. താങ്ക് യു മാലതി. എല്ലാവർക്കും എന്നെ കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഈ പെരുന്നാൾ നിലാവിൻ്റെ അതിഥികളായി എത്തിയ നിങ്ങളെല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ ഉദാത്ത ഉദാഹരണമായ ഔപചാരികത ഒന്നുമില്ലാത്ത ഈ ചെറിയ കൂട്ടായ്മയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളിൽ പലരെയും പോലെ തന്നെ ഒരു 5 വർഷം പുറത്തൊക്കെ പോയിട്ട് പണിയെടുക്കണം, കുറച്ച് ജോലിയൊക്കെ ചെയ്ത് കാശൊക്കെ സമ്പാദിച്ച് നാട്ടിൽ തിരിച്ചു വരണം, സെറ്റിൽ ചെയ്യണം, അങ്ങനെയുള്ള ചിന്താഗതികളുമായി കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിദേശവാസത്തിന് ഇറങ്ങിയതാണ് ഞാൻ. ഇന്ന് 28 വർഷം പ്രവാസ ജീവിതവും കഴിഞ്ഞ് അതിൽ 22 വർഷം ഓസ്ട്രേലിയൻ ജീവിതവും കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മലയാളികൾ, പ്രവാസികളായ മലയാളികൾ, നമ്മൾ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധത എന്തായിരിക്കണം എന്ന എൻ്റെ വീക്ഷണമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, വളരെ ചെറിയ സമയത്തിനുള്ളിൽ. നമ്മളിൽ പലരും ഈ രാജ്യത്ത് 1ാം തലമുറയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തോടും അതേപോലെ തന്നെ ഈ രാജ്യത്തോടും നമുക്ക് സാധാരണയിൽ കവിഞ്ഞ ഒരു പ്രതിബദ്ധതയുണ്ട്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജനിച്ചു വളർന്ന നാടിനെയും ബന്ധുക്കളെയും സമൂഹത്തെയും ഒക്കെ മാറ്റി നിർത്തിയാണ് നമ്മൾ ഈ പുതിയ രാജ്യത്ത് സ്ഥിരതാമസമാക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ചത്. ഇവിടെയാണെങ്കിൽ വ്യത്യസ്തമായ ചിന്താഗതികളും വ്യത്യസ്തമായ സംസ്കാരവും. ക്ഷമിക്കണം ശ്രീകുമാരേട്ടന്റെ എന്തായിരുന്നു? It's all good. You can carry on. Sorry for that. ശരി. അപ്പൊ നമുക്ക് വ്യത്യസ്തമായ ഈ രാജ്യത്ത് വ്യത്യസ്തമായ ചിന്താഗതികളും അതുപോലെ സംസ്കാരവുമുള്ള ഈ രാജ്യത്ത് നമ്മൾ ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ, നമ്മുടെ കുട്ടികൾ ഇവിടെ വളർന്നു വരുമ്പോൾ ഈ 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള സങ്കലനം ഒരു അനിവാര്യമായ ഘടകമാണ്. ഈ സങ്കലനത്തിന് മുതിരാതെ നമ്മൾ പ്രവാസികൾ പലരും സ്വന്തമായ കൂടാരങ്ങൾ കെട്ടി അതിനുള്ളിൽ താമസിക്കുന്നതാണ് നാം പലപ്പോഴും കണ്ടുവരാറുള്ളത്. ഇത് നമ്മുടെ സമൂഹത്തിന് വളരെ നല്ലതല്ല തന്നെ. നമ്മൾ ഓരോരുത്തരും കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ്. നമുക്ക് പല വ്യത്യസ്തമായ ഭാഷാരീതികളും സംസാര രീതികളും ഉണ്ടാകാം. ഞാൻ കണ്ണൂരിലെത്തുമ്പോൾ ഒരു പ്രശ്നക്കടവുകാരനാണെങ്കിൽ കേരളത്തിലെത്തുമ്പോൾ കണ്ണൂരുകാരനായി മാറും, ഇന്ത്യയിലെത്തുമ്പോൾ ഒരു കേരളക്കാരനായി മാറും. നമ്മൾ
നമ്മൾ നമ്മുടെ പ്രാദേശികമായ ഇത്തരം വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് വലിയ ഒന്നിന്റെ ഭാഗമാകുന്നത് പോലെ പല രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർത്തവരുള്ള ഈ ഓസ്ട്രേലിയയിൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ മുഖ്യധാരയുമായി ഒന്ന് അലിഞ്ഞു ചേരേണ്ടതുണ്ട്. നമ്മുടെ അടുത്ത തലമുറയുടെ ഭാവി നിർണയിക്കുന്നതിനു വേണ്ടി ഈ സങ്കലനം അനിവാര്യമാണ് എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ സങ്കലനം നടക്കേണ്ടത്? അതിന് നമുക്ക് ഒന്ന് പ്രകൃതിയിലേക്ക് തന്നെ നോക്കിയാൽ മതി. എങ്ങനെയാണോ ആകാശത്ത് നിന്നും മഴത്തുള്ളികൾ ഭൂമിയിൽ വീണ് ആ മഴത്തുള്ളികൾ ചെറിയ അരുവികളായി അത് മാറി അരുവികൾ ചെന്ന് നദിയിൽ ചേർന്ന് നദികൾ ചെന്ന് സമുദ്രത്തിൽ ചേരുന്നത് പോലെ അതേപോലെ ആയിരിക്കണം നമ്മുടെ ഈ സങ്കലനവും നടക്കേണ്ടത്. ഈ നദി ഒഴുകിച്ചെന്ന് കടലിൽ ചേരുമ്പോൾ ആക്ച്വലി നദിക്ക് അതിൻ്റെതായ പ്രത്യേകതകളും അതിൻ്റെതായ ശുദ്ധജലം എന്നുള്ള ആ ഒരു പല പ്രത്യേകതകളും അതിന് നഷ്ടപ്പെടുകയാണ്. അതൊരു വലിയ കടലിന്റെ ഭാഗമായി മാറുകയാണ്. ആ നദിയായി നിൽക്കാൻ വിചാരിക്കുകയാണെങ്കിൽ അത് അപഹാസ്യമാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓസ്ട്രേലിയയിൽ ജീവിക്കുമ്പോൾ, ഈ ഒരു വലിയ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ മുഖ്യധാരയുടെ ഭാഗമായി മാറുവാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ഇനി ഈ കടലിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് വീണ്ടും ബാഷ്പീകരണം സംഭവിച്ച മഴത്തുള്ളിയായി വീണ്ടും മനുഷ്യനായി നമ്മൾ ഓരോരുത്തരുമായി മാറുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാവരും ഒന്നാണ്. നമ്മൾ ഈ ലോകമേ തറവാട് എന്നുള്ള തത്വത്തിന്റെ ഭാഗമായി നമ്മൾ മാറുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പെരുന്നാൾ ദിനത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ മെസ്സേജാണ് നമ്മൾ എനിക്ക് കൈമാറാനുള്ളത്. ഇതായിരിക്കട്ടെ നമ്മുടെ ഓരോ മലയാളിയുടെയും സാമൂഹ്യ പ്രതിബദ്ധത എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീകുമാർ. അടുത്തത് നമുക്കൊരു പാട്ട് കേൾക്കാം. നമുക്കായി ഇവിടെ പാടുന്നത് മെലഡീസും ഗസലുകളും പാടാൻ ഏറെ ഇഷ്ടമുള്ള സനീർ. Assalamu alaikum, Eid Mubarak everyone. പമകരി സംഗീത പദിങ്കിന ബിന്ദുര ബിന്ദിര മേലം പഗരന്തരി പരിഗമ പക്കിരഗത സംഗീത ബിന്ദിനി താളംഗിര താളം സംഗീത പമകരി സംഗീത പദിങ്കിന ബിന്ദുര ബിന്ദിര മേലം പഗരന്തരി പരിഗമ പക്കിരഗത സംഗീത ബിന്ദിനി താളംഗിര താളം സംഗീതമോടിത്തീരു സ്വർഗത്തെ കണ്ടത്തെ ഇന്ദിരഹോരി സത്യത്തിരമത്തെ നെഞ്ചതിരോട് പാടങ്ങളിലോരി മന്ദത്തെ ഇന്ദിര മന്ദിര സംഗതി മന്ദത്തെ മന്ദ മുടങ്ങിട്ടതിന് തലകിട്ടാൽ കുഞ്ഞമ്മേ ആണപ്പേടും മാടം വാടി വരട്ടിട്ട കാമനിൽ വളരട്ട നീകാന സ്ഥലം മക്കത്തടികളും മക്കത്തി മുഖം തങ്കത്താതിൽ വീണ കീഴിട സുന്ദരം ഇല്ല തകതിന് കാണാൻ സുന്ദരം സ്വർഗത്തല നീല പല ജോലി കളിച്ചിരിക്കുളവികൾ ചന്ദ്രത പാമകരി സംഘത്തിന്റെ പ്രതിജീണം ചന്ദ്ര മേളം തകരം വരി സരിഗമ ചന്ദ്ര താളം
ചെമ്പകമലർദുരി ചെത്തിത്തുള്ള കവി പടത്തിമ്പമതിശയഹാക്കും തിരുചെഞ്ചലിൽ നിവർന്ന ദേവശാസ്ത്രമൊക്കെന്ന കൊഞ്ചിച്ചടിച്ചതൊക്കെ നോക്കും പൊൻകവിവൻ പല്ലക്കണ്ടോടെ കനവനമോക്കും മനം പൊങ്ങിടും വിഗ്രഹം കാണിക്കുന്ന ചന്ദ്രതന്റെ സഹാക്കും ഭരണത്തെ എന്തിയുടെ മഹർവിധിക്കണത്തെ കവിച്ചിട്ടെ സമ്പ്രദായമൊതുങ്ങിടക്കാൻ ചുറ്റിട്ടെ സാരത്ത കനിയും മഹനനിലയത്തിട്ടെ ജപ്പാനെ പളും ഭക്ഷണമോ യാതൊരു ജ്ഞാനം നിൽക്കാനേ താരാ മക്കളും മുഖത്തിലും മുൻപിൽ കേൾക്കാനേ കോടിയാലേകാമീല വീടും ചിട്ട മറുത്തമസൂവട്ട പത്രമോ വയർ മറ്റൊരുവിടെ തകരകം തങ്കത്തതിങ്കിണ കിരീട സംഭരിതം കില തകതിമി താളം ക്രൂരഭിന്ദ്രം സ്വർഗതലമീല തലധോണി കളിച്ചിരി കുളലികൾ സംഗ്രത കമകരി തങ്കസുന്ദരമേളം തകരന്തരി സരിഗണ തിങ്കിണ തണുത താളം സംഗത കമകരി തങ്കസുന്ദരമേളം തകരന്തരി സരിഗണ തിങ്കിണ തണുത താളം. Thank you. അത് പൊരിച്ചു സനീർ. താങ്ക് യു. അടുത്തതായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെരുന്നാൾ നിലാവിൻ്റെ മുന്നോടിയായി നമ്മളൊരു മാപ്പിളപ്പാട്ട് മത്സരം നടത്തിയിരുന്നു. ഒരു മത്സരം എന്നതിലുപരി എല്ലാവരും ഈ ആഘോഷത്തിൽ പങ്കുചേരണം എന്നുള്ള ആഗ്രഹമായിരുന്നു ഇതിനു പുറകിലെ ഉദ്ദേശം. പങ്കെടുത്ത ഓരോ കലാകാരനും കലാകാരിയും അതൊരു ആഘോഷം തന്നെയാക്കി. ഈണവും താളവും ലയവും ഒത്തുചേർന്ന വളരെ ഗുണമേന്മയുള്ള കുറേ എൻട്രീസ്. പങ്കെടുത്ത എല്ലാവർക്കും അവരെ സപ്പോർട്ട് ചെയ്ത വീട്ടുകാർക്കും ഒരു വലിയ നന്ദി. മത്സര വിജയികളെ പ്രഖ്യാപിക്കുന്നതിനായി അതിൻ്റെ ജഡ്ജിംഗ് പാനലിലുള്ള സംഗീത അധ്യാപിക കൂടിയായ മെറീന സുമേഷിനെ ക്ഷണിക്കുന്നു. താങ്ക് യു മാല ചേച്ചി. എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? യെസ് മെറീന. ഓക്കെ. വളരെ നല്ല എൻട്രീസ് ആണ് നമുക്ക് കിട്ടിയത്. കൂട്ടത്തില് കുഞ്ഞുമക്കളാണ് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആയിട്ടുണ്ടായിരുന്നത്. വെൽ ഡൺ ഓൾ ഓഫ് യു. നമുക്ക് ഒരാളെ ഈച്ച് കാറ്റഗറിയിൽ നിന്ന് തിരഞ്ഞെടുത്തല്ലേ പറ്റൂ. സോ ഫീമെയിൽ സിനിത മേഷ ആണ് നമ്മുടെ ഫീമെയിലിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത്. മെയിൽ ശരത് പി എൽദോസ്. കൺഗ്രാറ്റ് ശരത്, കൺഗ്രാറ്റ് സിനിത. ആൻഡ് ചിൽഡ്രനിൽ നൂഹ ഷബീർ. ഓസം സിംഗിങ്. പിന്നെ കുട്ടികളെല്ലാവരും അവര് ഓരോരുത്തരെ ജഡ്ജ് ചെയ്യാനേ പാടില്ല, എന്നാലും എവ്രിബഡി സാങ് റിയലി വെൽ. സ്പെഷ്യൽ മെൻഷൻ മറിയ സൈമൺ ആൻഡ് അഹമ്മദ് റിഫായ്. I guess I pronounced it well. Well done, everybody. Thank you very much for participating. Over to you, Malal Chechi. Thank you, Mirna. Congratulations, Nuha Shabir, Sinita Meshab and Sharat P. Eldos. വിജയികൾക്കുള്ള ഗിഫ്റ്റ് വൗച്ചർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അബ്ബാസ് ആൻഡ് ഫാമിലി, ഡോക്ടർ ഷഹീർ ആൻഡ് ഫാമിലി, ഫാസൽ ആൻഡ് ആനന്ദ് ആന്റണി ആൻഡ് ദ ഫാമിലീസ്. വിന്നിംഗ് എൻട്രീസിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കിപ്പോൾ കേൾക്കാം. ഇതൊന്ന് പിൻ ചെയ്യാമോ? മെട്രോ മലയാളം ഒന്ന് പിൻ ചെയ്യേ. മെട്രോ മലയാളം ഇമ്മീഡിയറ്റ് പിൻ ചെയ്യും. സ്പോട്ട്ലൈറ്റ് ആക്കുക. മെട്രോ മലയാളം സ്പോട്ട്ലൈറ്റ് ആക്കുക. അപ്പോൾ എനിക്കിനി കയറാൻ പറ്റില്ല. ഞാൻ ഹോസ്റ്റ് ആയിട്ട് കാര്യമില്ല. എന്നെ കോസ്റ്റ് ആക്കിയാൽ മതി. ആ മെട്രോ മലയാളം പിൻ സ്പോട്ട്ലൈറ്റ് ആക്കുക. ആ വീഡിയോ വരും. ഓക്കെ,
എല്ലാം പോയി. എനിക്ക് നോക്കാം. അസ്സലാമു അലൈക്കും. മതിരകപതി ഗുരുനബിയാർ ഹാമിമുണ്ടൻ തളമിൽ മധുപന്നുക മതി കൊതിയാർ ഖാബ ഖൗസൈനളവിൽ മതിയൊളിവും ചേർന്ന് സിറ അതിൽ പാശമാൽ മധുഹുടയും തന്മേറാജ് ശലീശലായി മദിനബി ഒരു തുരകമിലുളരിടയ്ക്ക് സിറായിൻ ലൈലിൽ മണിമക്കം വിടുന്ന് ജെറൂസലം പൂകലായി മുത തിങ്കിട ചുങ്കുടി പൊങ്കുട മിമ്മിത മതിലങ്കു കൊതുസെന്നർ കഹലക്കി നമ്പെറുത്ത് സ്വല്ലിടലായി ജിബരിൽ തൻ മൊഴിയതിനാൽ സ്വബറാൽ ഒളി ബഷിയതിനാൽ മദിനശുത്തരുളിൻ മേറജിനരുളിൻ മനിത മിനുതമണി കാരുണ്യം പൊരുളാ പണ്ടവൻ തന്നോടെ ദീനിൽ ഉൾക്കൊണ്ട് നിന്റുള്ളൊരാധര ധീരരെ മക്ക മണൽ തട്ടിൽ ദിക്കൊക്കെ ഞെട്ടിച്ച് ഹക്കറിഞ്ഞലി ഹൈദർ ശൂരരെ വിണ്ട് അശഹദു എന്നുള്ള കലിമത്തെ കൊണ്ട് നടന്നവരെന്നോ മാനിയത്തെ മണ്ടന്മാരായുള്ളോരറബീതൻ കൂട്ടത്തെ കണ്ടപ്പോൾ നബിയോടത്തവരും വ്യസനിത്തെ മങ്ങാത്തോരീമാൻ പൂമാനരെ തീരിൽ മായാത്തോരു ബഹുമാന്യരെ തിത്ത തകതകജം തരികിടജ ത്രിതകിടജത്തിമൃതം തത്തകുതത്തകതകുണ തകതരികിടതികുടം ഹക്കവനെ ദിക്കിലിതൻ ദുഃഖമിരുൾ നീക്കിടണേ പെരിയോനേ. കുതിത്തതിന്നറിയപ്പോൾ മികവുറ്റേ സിഗസാളർ ഗർഭത്തിൽ ദഖലൂഫിൻ ഖുറൈശിയാക്കൾ താരിഫയുടെ വിളിന്ത വലിയ ഫത്തിൻ ബനി ബക്കർ ബിലക്കി കുളുന്തളും അബു സുഫിയൻ സബബെന്തുരക്കി മോളിന്ത വരെ മകളെ അതു വിങ്ങളടക്കി അറക്കുൽ ഖുസ ഒരു നിറുത്തുലു മകളിൽ ഇറക്കിടും ഫടയാൽ അറക്കുൽ ഖുസ ഒരു നിറുത്തുലു മകളിൽ ഇറക്കിടും ഫടയാൽ ബധിത്തവരെ മൈകളിന്നൊരു റജുലവനാമേ ബിലം സാവർ ഫരസാളർ കൂക്കം മുത്തോനാം കഥവളി തരി തുടനബു സുഫയാനുമുരക്കൈ പൊറുകു വിറുമനി സ്വഫുല്ലൽ വരക്കൈ തരം സവത മകളെ തുമകൾ പുജിക്കൈ നിറുത്തി കപിലരെ വരുത്തി കൾബമിലൊരുക്കി നീണ്ടിടുവീർ നിറുത്തി കപിലരെ വരുത്തി കൾബമിലൊരുക്കി നീണ്ടിടുവീർ. താങ്ക് യു. നമ്മൾ അറിയിച്ച പോലെ ഈ 3 വിജയികൾ ഇന്നിവിടെ അവർക്കിഷ്ടമുള്ള ഓരോ ഗാനങ്ങൾ ആലപിക്കുന്നതായിരിക്കും. ആദ്യമായി ചൈൽഡ് കാറ്റഗറിയിലെ വിന്നർ നൂഹ ഷബീർ. Assalamualaikum. നമസ്കാരം. ഈദ് മുബാറക് ടു ഓൾ. കരോക്കിന് കുറച്ച് കുഴപ്പമുള്ളതുകൊണ്ട് കരോക്ക് ഇല്ലാതെയാണ് ഞാൻ പാടുന്നത്. നോ പ്രോബ്ലം, ക്യാരി ഓൺ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവാ മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചോട്ടും കൊണ്ടേവാ കുന്നിറങ്ങി കൂടെ വരും കുളിർവെണ്ണിലാവേ കുഞ്ഞുമണിച്ചപ്പിൽ നീ കളപം തായോ കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവാ മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ
തിരിച്ചോട്ടും കൊണ്ടേവാ. ഇത്തിരി പൂവേ വാ പൊട്ടുകുത്താൻ വാ വാ, ഇളനീർ കുളിരു കൊഞ്ചലായി വാ. ഇത്തിരി പൂവേ വാ പൊട്ടുകുത്താൻ വാ വാ, ഇളനീർ കുളിരു കൊഞ്ചലായി വാ. കണ്ണിറയി പൂമൂടും ഉണ്ണിപ്പൂങ്കിനാവോ, കണ്ണിറയി പൂമൂടും ഉണ്ണിപ്പൂങ്കിനാവോ, ചുണ്ടിൽ നീ പുഞ്ചിരി പൂവായോ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാ മിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചോട്ടും കൊണ്ടേവാ. പച്ചിലപ്പട്ടിലൊരു കൊച്ചുവാൽ കണ്ണാടി, അതിൽ നീ വരുമോ അമ്പിളി മാമാ. പച്ചിലപ്പട്ടിലൊരു കൊച്ചുവാൽ കണ്ണാടി, അതിൽ നീ വരുമോ അമ്പിളി മാമാ. കന്നിമണ്ണ് കാഴ്ച വയ്ക്കും കൊന്നമലർ കണിയോ, കന്നിമണ്ണ് കാഴ്ച വയ്ക്കും കൊന്നമലർ കണിയോ, എൻ മനസ്സിൽ പൈതനിലാവോ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാ മിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചോട്ടും കൊണ്ടേവാ. കുന്നിറങ്ങി കൂടെ വരും കുളിർ വെണ്ണിലാവേ, കുഞ്ഞുമണിച്ചപ്പിൽ നീ കളഭം തായോ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാ മിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചോട്ടും കൊണ്ടേവാ. Thank you. That was so beautiful, Nuha. Thank you very much. അടുത്തതായി ഫീമെയിൽ കാറ്റഗറിയിലെ വിന്നർ സിനിത മേഷ. അസ്സലാമലൈക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പഠിക്കോളൂ. അസ്സലാമലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്. കണ്ണുക്ക് മയ്യഴക്, കവിതയ്ക്ക് പൊയ്യഴക്, അവർക്ക് പൂവഴക്, അവർക്ക് നാനഴക്. കണ്ണുക്ക് മയ്യഴക്, കവിതയ്ക്ക് പൊയ്യഴക്, അവർക്ക് പൂവഴക്, അവർക്ക് നാനഴക്. കണ്ണുക്ക് മയ്യഴക്, കവിതയ്ക്ക് പൊയ്യഴക്, അവർക്ക് പൂവഴക്, അവർക്ക് നാനഴക്.
அவருக்கு பூவழகு அவருக்கு நான் அழகு கண்ணுக்கு மையழகு கவிதைக்கு பொய்யழகு You can actually see her mouth. அவருக்கு பூவழகு Like when I was அவருக்கு dancing. I literally saw her just singing. Why? 1 second. ஆனந்த மஞ்சத்தில் அவிழ்ந்தாலும் குழலழகு அடையாள முத்தத்தில் அழிந்தாலும் பொட்டழகு பெண்ணோடு காதல் வந்தால் பிறகோட பேரழகு பெண்ணோடு காதல் வந்தால் பிறகோட பேரழகு என்னோடு நீ இருந்தால் கூட நாரழகு கண்ணுக்கு மையழகு கவிதைக்கு பொய்யழகு அவருக்கு பூவழகு அவருக்கு நான் அழகு கண்ணுக்கு மையழகு கவிதைக்கு பொய்யழகு அவருக்கு பூவழகு அவருக்கு நான் அழகு கண்ணுக்கு மையழகு கவிதைக்கு பொய்யழகு அவருக்கு பூவழகு அவருக்கு நான் அழகு. Thank you. It was so melodious, Sunita. Congratulations. ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. Congratulating you and your voice and your singing. നൂഹ മോൾക്കും കുറെ മെസ്സേജസ് വരുന്നുണ്ട്. ഇനി അടുത്തത് മെയിൽ കാറ്റഗറിയിലെ വിന്നർ ശരത് പി എൽദോസ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പെരുന്നാൾ ആശംസകളും നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും എന്നെ കേൾക്കാമല്ലോ അല്ലേ? Yes, Sharath, please go ahead. Okay. റംസാൻ നിലാവത്ത പെണ്ണ് നിലാവത്ത പെണ്ണല്ലേ രംഗീല പെണ്ണല്ലേ നിലാവത്ത പെണ്ണല്ലേ രംഗീല പെണ്ണല്ലേ കണ്ണക്കിനാവിന്റെ കസവല്ലേ കല്യാണ പെണ്ണല്ലേ ഏഴാം കടലിന്റെ അക്കരെ നിന്ന് വന്നേ പെണ്ണെ പൂമാരൽ നിലാവുന്ന പെണ്ണല്ലേ രംഗീല പെണ്ണല്ലേ തനതിരുദാന തിരുദാന തന തനതിരുദാന തിരുദാന തനതിരുദാന തിരുദാന തന തനതിരുദാന തിരുദാന തനതിരുദാന തിരുദാന തനതിരുദാന തിരുദാന खुशियाँ मनाई गोरी बजा के नाचे गोरी सैया കണ്ടി
കേട്ടിട്ടും കണ്ടിട്ടും ഒളിച്ചൊന്നു കാണാം കൊതിക്കണ കടക്കണ്ണ് പെണ്ണിൻ മൈയിട്ട കള്ളക്കണ്ണ് മാനസമൈനയെ മനസ്സിൽ നിറച്ച് മയങ്ങണ മണവാണൻ പുഞ്ചിരി നിറയെ പൂവമ്പന് കൽവിൽ നിറയെ കുളിരമ്പ് മയക്കം പറയണ പൂങ്കാറ്റിൽ നല്ല തെറുമണക്കണ കല്യാണം ഇന്നാണല്ലോ കല്യാണോ നിലാവുന്ന പെണ്ണല്ലേ രംഗീല പെണ്ണല്ലേ കിങ്ങിണി തുമ്പിയെ പിടിക്കണ പ്രായം കഴിഞ്ഞടി കുട്ടിക്കുരുവി പ്രായം കഴിഞ്ഞടി ചിട്ടിക്കുരുവി പൊട്ടാസ് പൊട്ടിച്ച് നടന്നൊരു കാലം കഴിഞ്ഞടി മോഹബത്തിൻ കണ്ണേ പിന്നിലാവിൻ മണിയറയിൽ നമ്പിളി മാമൻ വരുമല്ലോ അറബിക്കഥയുടെ മഞ്ചലിലേറി രാജകുമാരൻ വരുമല്ലോ ഇന്നാണല്ലോ കല്യാണോ നിലാവുന്ന പെണ്ണല്ലേ രംഗീല പെണ്ണല്ലേ തങ്കക്കിനാവിന്റെ കസവല്ലേ കല്യാണ പെണ്ണല്ലേ ഏഴാം കടലിന്റെ അക്കരെ നിന്ന് വന്നേ പെണ്ണെ പൂമാരൻ തന്നിലാവുന്ന പെണ്ണല്ലേ രംഗീല പെണ്ണല്ലേ. താങ്ക് യു. That was superb singing, Sarath. Thank you so much. Adipoli. Congratulations once again to all the winners. അടുത്തത് 2 അറിയിപ്പാണ്. ഈ പരിപാടിയെക്കുറിച്ച് ലൈവായി ഫീഡ്ബാക്ക് തരുവാൻ ഓഡിയൻസിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. അൺമ്യൂട്ട് ചെയ്ത് തരുന്നതായിരിക്കും. രണ്ടാമത്തേത്, അടുത്ത ഒരു മെഡ്ലിയോട് കൂടി നമ്മുടെ ഇന്നത്തെ മെയിൻ പ്രോഗ്രാം അവസാനിക്കുകയാണ്. എങ്കിലും ഓഡിയൻസിന് വേണ്ടി അത് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പോൾ കാത്തിരിക്കുക. ഇനി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു പൊട്ടിക്കലാശം, പെരുന്നാൾ നിലാവ് 2020 എന്ന പരിപാടിയുടെ അവസാന ശകലത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മളിപ്പോൾ. ഏത് പരിപാടിയുടെയും അവസാനം ഒരു കലാശക്കൊട്ടെന്ന പോലെ വളരെ പെപ്പി ആൻഡ് എനർജറ്റിക് ആയ ഒരു ഫാസ്റ്റ് നമ്പർ ഉണ്ടാകും. ഷഹീർ, ഫേസ്, അനസ്, ഫവദ്, ഗുൽഷാൻ, ജിനു എന്നീ കൂട്ടുകാർ ചേർന്നുള്ള ഒരു അടിപൊളി മാപ്പിളപ്പാട്ട് മെഡ്ലിയാണ് അടുത്തത്. വെൽക്കം ഷഹീർ ആൻഡ് ടീം. അപ്പൊ എല്ലാരും റെഡി അല്ലേ? എല്ലാം പാടൈത്തുള്ള കൂടയോനെ എല്ലാവർക്കും കാരുണ്യമേകുന്നോനെ എന്റെ ജല്ല ജലാലായ തമ്പുരാനേ എല്ലാം പാടൈത്തുള്ള കൂടയോനെ എല്ലാവർക്കും കാരുണ്യമേകുന്നോനെ എന്റെ ജല്ല ജലാലായ തമ്പുരാനേ. തുടങ്ങല്ല, ഞാൻ തുടങ്ങാം. രജമാസനിലാവ് പോലെ കവിളിൽ ഒളിവുള്ള ലോലെ കാത്തിരിക്കും മാരനെ നീ ഇന്നു പെണ്ണാളെ ചുണ്ടിൽ മധുരമെല്ലാം മാരന് നീ നൽകു പൂമോളെ. രജബ് മാസനിലാവ് പോലെ കവിളിൽ ഒളിവുള്ള ലോലെ കാത്തിരിക്കും
പെണ്ണാളെ ചുണ്ടിൽ മധുരമെല്ലാം മാരന് നീ നൽകു പൂമോളെ ആനേ മദന പൂങ്കരിന്തേ നാളെ പഴങ്ങൾ വഴിപ്പെട്ടതേ നാളെ ആനേ മദന പൂങ്കരിന്തേ നാളെ പഴങ്ങൾ വഴിപ്പെട്ടതേ നാളെ വാല ഒരു ഹുസ്നുൽ ജമാലോടിപ്പോൾ ബദറുൽ മുനീറക്ക മഴക്കമിന്നോ ആനേ മദന പൂങ്കരിന്തേ നാളെ പഴങ്ങൾ വഴിപ്പെട്ടതേ നാളെ മല കണ്ട പൂങ്കാറ്റേ കാണിക്ക നീ കൊണ്ട് വന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിന്റെ അതുപോലെ വിസവരഞ്ഞാട്ടെ കാപ്പുമല കണ്ട പൂങ്കാറ്റേ കാരക്ക നീ കൊണ്ട് വന്നാട്ടെ കാരക്ക കായ്ക്കുന്ന നാടിന്റെ അതുപോലെ വിസവരഞ്ഞാട്ടെ ചുടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള കുയിലു മണവാട്ടി എന്റെ അരുള കിനാവിലെ അഴക് പുതുവരൻ ഇത വരുന്നേ ഇത വരുന്നേ ചുടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള കുയിലു മണവാട്ടി എന്റെ അരുള കിനാവിലെ അഴക് പുതുവരൻ ഇത വരുന്നേ വരുന്നേ ഉണ്ടു സഖി ഒരു കുലമുന്തിരി പണിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ ഉണ്ട് സഖി ഒരു കുലമുന്തിരി പണിടുവാനായി നാലണ കയ്യിൽ ഉണ്ട് പ്രിയേ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ പങ്ങടമ്പാടും അമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി പഴയ പങ്ങളോരോ തരം അറിയിച്ചു വന്ന് വരുന്നമ്മായി പങ്ങടമ്പാടും അമ്മായി മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി പഴയ പങ്ങളോരോ തരം അറിയിച്ചു വന്ന് വരുന്നമ്മായി സംഗൃത പമകരി തങ്കത്തുങ്കത്തതിങ്കിണ തിങ്കിട തളികിടമേ തകതന്തരി സരിഗമ തക്കളഞ്ഞ കരിഞ്ഞിട തുമ്പിമ കളഞ്ഞിട താളം സംഗൃത പമകരി തങ്കത്തക്ക കളികിട തിങ്കിട തളികിടമേ തകതന്തരി സരിഗമ തക്കളഞ്ഞ കരിഞ്ഞിട തുമ്പിമ കളഞ്ഞിട താളം മധുവർണ്ണ പൂവല്ലേ കരുനില പൂമോളല്ലേ മധുരക്കാരി നേരിൽ തെങ്കി മാറിയുന്നോളെ 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 തെങ്കി മാറിയുന്നോളെ. Thank you. Thank you. This is Gulsha. Gulsha. Assalamu alaikum. Where are you? Muhammad Gulsha. Faiz from Sydney. Thank you. Shahir from Sydney. Fawad from Sydney. Anas from Sydney. Jinu from Sydney. Thank you. Mashallah, beautiful guys. Well done. അടിപൊളി. Wonderful, man. Wonderful. What a spirit. What a singing. പെരുന്നാൾ സ്പിരിറ്റ് എല്ലാവരിലേക്കും എത്തിച്ചു ഈ പാട്ടോടുകൂടെ. താങ്ക് യു വെരി മച്ച് ഷഹീർ ആൻഡ് ടീം. അടുത്തതായി ഈ പരിപാടിക്ക് വേണ്ടി കുറച്ച് ആഴ്ചകളായി പ്രവർത്തിച്ചു വരുന്ന എല്ലാവരെയും പരിചയപ്പെടുത്തുവാനും ഇതിന്റെ ഓർഗനൈസർ കൂടിയായ ഫേസലിനെ ക്ഷണിക്കുന്നു. അല്ല ചേച്ചി നന്ദി പറയല്ലേ? ഓക്കെ ഓക്കെ. എല്ലാവർക്കും ഈദ് മുബാറക്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നമുക്കെല്ലാവർക്കും
ഉപകാരപ്രദമായ സന്ദേശങ്ങൾ നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട പ്രാസംഗികർക്കും അതുപോലെ ഈ പരിപാടി മനോഹരമായ പാട്ടുകൾ കൊണ്ട് പൊലിമയാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ഗായകർക്കും ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. നമ്മുടെ മാപ്പിള പാട്ട് മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കണ്ടസ്റ്റന്റിനും അതേപോലെ നന്ദി പറയുന്നു. വിജയർക്ക് പ്രത്യേക അഭിനന്ദനം പറയുന്നു. പിന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നില്ല, ഒരു ഒഫീഷ്യൽ പാട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഷേർ ഖാന്റെ ടീം ഈസ് കമ്മിങ് ബാക്ക് ആൻഡ് ഐ ഹാൻഡ് ഓവർ ടു മാലി ചേച്ചി. ബൈ. താങ്ക് യു ഫൈസൽ. ഇന്നത്തെ പരിപാടികൾ നിങ്ങൾ എല്ലാവരും ആസ്വദിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വർഷത്തെ പെരുന്നാൾ ആർഭാടമില്ലാത്ത പ്രാർത്ഥനാപൂർവമായ ദിനമായിരുന്നു. പെരുന്നാൾ നിലാവ് എന്ന ഈ പരിപാടി നിങ്ങളുടെ മനസ്സിൽ കുറച്ചെങ്കിലും സന്തോഷം വിതറിയെന്ന് കരുതട്ടെ. ചെറിയ പെരുന്നാൾ ആഘോഷത്തിന് നിങ്ങൾ നൽകിയ പിന്തുണയും പങ്കാളിത്തവും വീണ്ടും ഈ പരിപാടിക്ക് നൽകിയതിന് കാണികളായ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുന്നു. പല സ്ഥലങ്ങളിലായി ജോയിൻ ചെയ്തവരുണ്ട്. ഇന്ത്യയിൽ നിന്നും, ദുബായിൽ നിന്നും, സൗദി അറേബ്യയിൽ നിന്നും, മലേഷ്യയിൽ നിന്നും. എല്ലാവർക്കും എൻ്റെ നന്ദി. എല്ലാവർക്കും വീണ്ടും ഒരു പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് പെരുന്നാൾ നിലാവ് എന്ന ഈ പ്രോഗ്രാമിന് ഔദ്യോഗികമായി തിരശ്ശീലിടുന്നു. ഗുഡ് ഈവനിങ് ആൻഡ് ഗുഡ് നൈറ്റ്. ഇനി ഷഹീർക്ക കൺട്രോൾ ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് അൺമ്യൂട്ട് ചെയ്യാം. ഷഹീർക്ക, നമ്മുടെ ഒരു സുഹൃത്ത് സംഗീത് പാടാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. മാലതി തിരക്കില്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്തോളൂ. മാലതി തന്നെ ഹോസ്റ്റ് ചെയ്തോളാം. ബ്രേക്ക് എടുത്തിട്ട് ഞാൻ തിരിച്ചു വരാം. സംഗീത് ഇവിടെ ഉണ്ടോ? സംഗീത് ഹാസ് റിക്വസ്റ്റഡ് ടു സിംഗ്. സംഗീത് ഒരു ബ്യൂട്ടിഫുൾ സിംഗറാണ് നമ്മുടെ സിഡ്നിയിലെ. വിമൽ, എനിക്ക് ഇവിടെ കുറച്ച് പേരുണ്ട്, അവരൊക്കെ സോഷ്യൽ ഡിസ്റ്റൻസിങ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുകൊണ്ട് വിമൽ പ്ലീസ് കണ്ടിന്യൂ. ഓക്കെ ഓക്കെ. നെയ്ച്ചോറും കറിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. അയ്യോ, അപ്പൊ ഞങ്ങൾക്കില്ലേ? നിങ്ങൾക്ക് സൂമിൽ അയച്ചു തരാം. വേണ്ട. സംഗീത് ഞാൻ പാടട്ടെ എന്നാലേ. സംഗീത ഓക്കെ. എല്ലാവർക്കും ഈദ് മുബാരക്. താങ്ക് യു ഫോർ ദി ഇൻട്രൊഡക്ഷൻ. ഉസ്താദ് എന്ന സിനിമയിലെ ചിൽ ചിൽ ചിലമ്പുലി താളം എന്ന പാട്ടാണ് പാടാൻ ഉദ്ദേശിക്കുന്നത്. സംഗീത് വീഡിയോ ഒന്ന് ഓണാക്കാൻ പറ്റുമോ? വീഡിയോ വന്നില്ലേ? ഇല്ല, വന്നിട്ടില്ല. യെസ്, ഇറ്റ് കംസ്. യെസ്. ഓക്കെ. दिल आगे आगे और मैं पीछे, प्यार हो गए और क्या सोचे, दिन दस लिया बिछुआ जैसे, हाय राम जाने शाम जाने, तन मन मिलने से क्या होगा आगे. चिल 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 चिलंबुली ताളം, धग 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 ढोलक മേളം, ഒരു ഷഹനായി പാടും ഗാനം, ഭയ്യാ ഹോ ഭയ്യാ പ്യാർ ഭയ്യാ, മുഹബത്ത് പെണ്ണിൻ ചെറുക്കനും കല്യാണം. മുത്തുമൊഴിയാണ് മുല്ല മലരാണ്, കണ്ണ് കടലാണ് കൽബിലലിവാണ്, കൊഞ്ചിക്കുഴയും പുഞ്ചിരി അഴകാണ്. മുത്തുമൊഴിയാണ് മുല്ല മലരാണ്, കണ്ണ് കടലാണ് കൽബിലലിവാണ്, കൊഞ്ചിക്കുഴയുമ്പ പുഞ്ചിരി അഴകാണ്. പതിയെ നടന്നെന്നാലും കൊലുസിന്റെ കൊഞ്ചൽ കേൾക്കാം, പൂന്തട്ടമിട്ടാൽ പോലും കുലചന്ദ്രബിംബം കാണാം.